നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ആന്റണി രാജ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഒക്ടോബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങിയാണ്. 2023 ഒക്ടോബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങിയാണ്. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റിലേക്ക് പോവാം. ആദ്യത്തെ പോയിന്റ്, സഹകരണ മേഖലയിലെ പ്രവർത്തനത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് കേരളത്തിലെ ഏത് സ്ഥാപനത്തിനാണ്? സഹകരണ മേഖലയിലെ പ്രവർത്തനത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ സ്ഥാപനമാണ്, ധനകാര്യ സ്ഥാപനമാണ് കേരള ബാങ്ക്. കേരള ബാങ്ക് നമുക്കറിയാം, 14 ജില്ലാ സഹകരണ ബാങ്കുകൾ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് കേരള ബാങ്ക് രൂപം കൊണ്ടതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കേരള ബാങ്ക് നിലവിൽ വന്നത് എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് വരാം. കേരള ബാങ്ക് നിലവിൽ വരുന്നത് 2019 2019 നവംബർ മാസം 29-ാം തീയതിയാണ് കേരള ബാങ്ക് നിലവിൽ വരുന്നത്. അപ്പൊ ആ കേരള ബാങ്കിനാണ് ദേശീയ പുരസ്കാരം ലഭിച്ചത്. സഹകരണ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ച ബാങ്കാണ് കേരള ബാങ്ക്. ആദ്യത്തെ പോയിന്റ് ക്ലിയർ ആണ്. അടുത്ത പോയിന്റ്, അണ്ടർ 19, അതായത് 19 വയസ്സിന് താഴെയുള്ള അണ്ടർ 19 സാഫ് ഫുട്ബോൾ കപ്പാണ്. അണ്ടർ 19 സാഫ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ അല്ലെങ്കിൽ സാഫ് ഫുട്ബോൾ കപ്പ് ജേതാക്കൾ ആരാന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ഇന്ത്യ ആയതുകൊണ്ടാണ് ഈ പോയിന്റ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയത്. അണ്ടർ 19 സാഫ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആര് എന്ന് ചോദിച്ചാൽ ഇന്ത്യ. 2023 നടന്ന അണ്ടർ 19 സാഫ് ഫുട്ബോൾ കപ്പ് ജേതാക്കൾ ആരാണ്? അത് ഇന്ത്യയാണ്. അതവിടെ ഓർത്തിരിക്കുക. ഇനി അടുത്ത പോയിന്റ്, ഇങ്ങനെയുള്ള കൃതികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അർത്ഥശാസ്ത്രം അല്ലെ, അർത്ഥശാസ്ത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ അല്ലെ, എല്ലാം ഒരാളാണ് കേട്ടോ. ചാണക്യനായാലും കൗടില്യനായാലും വിഷ്ണുഗുപ്തനായാലും എല്ലാവരും ഒരാളാണ്. ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ എഴുതിയതാണ് ഇത് അർത്ഥശാസ്ത്രം. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് നീതിസാരം, തിരുക്കുറൽ അല്ലെ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അർത്ഥശാസ്ത്രം, നീതിസാരം, തിരുക്കുറൽ എന്നീ കൃതികൾ അടിസ്ഥാനമാക്കി ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് ഉദ്ഭവ് എന്നാണ് പദ്ധതിയുടെ പേരാണ് ഉദ്ഭവ്. അപ്പൊ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? അർത്ഥശാസ്ത്രം, നീതിസാരം, തിരുക്കുറൽ എന്നീ കൃതികളെ അടിസ്ഥാനമാക്കി പുതിയ യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞെടുക്കുന്നതിനായുള്ള ഇന്ത്യൻ സേനയുടെ പദ്ധതിയുടെ പേരാണ് ഉദ്ഭവ് എന്നാണ് പേര്. ഇനി അടുത്തത് ഗാന്ധി ജയന്തി. നമുക്കറിയാം, ഗാന്ധി ജയന്തി എന്ന് പറയുന്നത് ഒക്ടോബർ മാസം 2-ാം തീയതിയാണ് ഗാന്ധി ജയന്തി അല്ലെ. ഈ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചിട്ട് രാജ്യത്തുടനീളമായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ശുചീകരണ യജ്ഞത്തിന്റെ പേരെന്തായിരുന്നു? 2023 ഗാന്ധി ജയന്തി. നമ്മൾ ഒക്ടോബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. സോ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ശുചീകരണ യജ്ഞത്തിന്റെ പേരാണ് സ്വച്ഛതാ ഹി സേവ. ഓർത്തു വെച്ചോളൂ, സ്വച്ഛതാ ഹി സേവ എന്നാണ് ആ ശുചീകരണ യജ്ഞത്തിന്റെ പേര്. അതവിടെ ഓർത്തിരിക്കണം. അടുത്തത്, ഇന്ത്യ ഒരു ഹെലികോപ്റ്റർ നിർമ്മിച്ചു, യുദ്ധ ഹെലികോപ്റ്റർ നിർമ്മിച്ചു. അപ്പൊ ഇന്ത്യ നിർമ്മിച്ച വിവിധോദ്ദേശ യുദ്ധ ഹെലികോപ്റ്ററിന്റെ പേരാണ് പ്രചണ്ഡ എന്നാണ് പേര്. പ്രചണ്ഡ. ഇന്ത്യ നിർമ്മിച്ച വിവിധോദ്ദേശ യുദ്ധ ഹെലികോപ്റ്ററിന്റെ പേരെന്ത്? അതിന്റെ പേര് പ്രചണ്ഡ എന്നാണ്. ആ പേര് ഓർത്തു നോക്കുക, പ്രചണ്ഡ. ഇനി അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് പുറത്തുവിട്ടത് ഏത് സംസ്ഥാനമാണ്? ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് പുറത്തുവിട്ട സംസ്ഥാനം അത് ബീഹാർ ആണ്. ആ സംസ്ഥാനം, ജാതി സെൻസസ് പുറത്തുവിട്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ബീഹാർ ആണ്. ജാതി സെൻസസ് പുറത്തുവിട്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ബീഹാർ ആണ്. അടുത്തത് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവാണ് മുജീബ് റഹ്മാൻ. നമ്മുടെ അയൽ രാജ്യമാണ് ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവാണ് മുജീബ് റഹ്മാൻ. അപ്പൊ ഈ മുജീബ് റഹ്മാന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നേഷൻ എന്ന സിനിമ, മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നേഷൻ എന്ന സിനിമ സംവിധാനം ചെയ്യുന്നയാളാണ് ശ്യാം ബെനഗൽ. ഈ പേരോർത്ത് വെക്കുക, ശ്യാം ബെനഗൽ. മുജീബ് റഹ്മാൻ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവാണ്. അപ്പൊ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായ മുജീബ് റഹ്മാന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചിത്രത്തിന്റെ പേരാണ് മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നേഷൻ എന്നാണ്. അത് സംവിധാനം ചെയ്യുന്നത് ശ്യാം ബെനഗലാണ്. അപ്പൊ ആ പോയിന്റ് ക്ലിയർ ആണ്.
അടുത്തത് 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം അത് ഇന്ത്യൻ താരമായ യശസ്വി ജയ്സ്വാൾ ആണ്. യശസ്വി ജയ്സ്വാൾ ആണ്. യശസ്വി ജയ്സ്വാൾ ഈ പേര് ഓർത്ത് നോക്കുക. 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് യശസ്വി ജയ്സ്വാൾ. പോയിന്റ് ക്ലിയർ ആണ്. അടുത്തത് സ്റ്റാച്യു ഓഫ് ഇക്വാളിറ്റി. സ്റ്റാച്യു ഓഫ് ഇക്വാളിറ്റി ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചാല് ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമാകുന്ന ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമയുടെ പേരാണ് സ്റ്റാച്യു ഓഫ് ഇക്വാളിറ്റി. സ്റ്റാച്യു ഓഫ് ഇക്വാളിറ്റി. അപ്പൊ ഇന്ത്യക്ക് പുറത്ത് അംബേദ്കറിന്റെ പ്രതിമ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമാവുന്ന ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമയുടെ പേരാണ് സ്റ്റാച്യു ഓഫ് ഇക്വാളിറ്റി. സ്റ്റാച്യു ഓഫ് ഇക്വാളിറ്റി ഇത് എവിടെയാണ് സ്ഥാപിതമാകുന്നത് ചോദിച്ചാൽ അമേരിക്കയിലാണ് സ്ഥാപിതമാവുന്നത്. ഈ സ്റ്റാച്യു ഓഫ് ഇക്വാളിറ്റി സ്ഥാപിതമാവുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിലെ സ്ഥലമാണ് മെറിലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത്. അമേരിക്കയിലെ മെറിലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നിലവിൽ വരുന്നത്. അപ്പൊ ഇത് ശില്പി ആരാണ്? ഇതിന്റെ ശില്പി എന്ന് പറയുന്ന ഇന്ത്യക്കാരനാണ്. പേര് റാം വി സുധർ എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ പേര് റാം വി സുധർ. അന്നെങ്ങനെ റാം വി സുധർ. റാം വി സുധർ എന്നാണ് പേര്. റാം വി സുധർ. റാം വി സുധർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. റാം വി സുധർ. അപ്പൊ സ്റ്റാച്യു ഓഫ് ഇക്വാളിറ്റി. സ്റ്റാച്യു ഓഫ് ഇക്വാളിറ്റി അതിന്റെ ശില്പിയാണ് റാം വി സുധർ. ഓർത്തു വെക്കുക, റാം വി സുധർ. അപ്പൊ ഇത് ഈ റാം വി സുധർ എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്. റാം വി സുധർ ഇദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയുടെ ശില്പി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയുടെ പേര് എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയുടെ പേര് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നാണ് അതിന്റെ പേര്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നാണ് പേര്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആരുടെ പ്രതിമയാണ്? അത് സർദാർ പട്ടേലിന്റെ പ്രതിമയാണ്. സർദാർ പട്ടേൽ. സർദാർ പട്ടേലിന്റെ പ്രതിമയാണ്. സർദാർ പട്ടേല്. അപ്പൊ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. അതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ. അതിന്റെ ശില്പിയും റാം വി സുധർ ആണ്. ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 182 മീറ്റർ ആണ്. 182 മീറ്റർ ആണ്, അല്ലെങ്കിൽ 597 ഫീറ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതാണ്. രണ്ട് രീതിയിൽ ഓർത്ത് വെക്കുക. 182 മീറ്റർ അല്ലെങ്കിൽ 597 അടിയാണ് ഇതിന്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഉയരം എന്ന് പറയുന്നത്. ഇത് നിർമ്മിച്ചയാളും ഈ പറയുന്ന റാം വി സുധർ ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ നർമ്മദാ നദിയുടെ തീരത്താണ് ഈ പറയുന്ന പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, പക്ഷെ മറന്നുപോലെ. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു അവസരത്തിൽ പറഞ്ഞത്. ഓക്കെ, തിരിച്ചു വരാം. അടുത്തത് ഒരു അണക്കെട്ട് മിന്നലിനെ തുടർന്ന് തകർന്നു. ഇന്ത്യയിൽ തകർന്ന ഒരു അണക്കെട്ട്. അപ്പൊ മിന്നലിനെ തുടർന്ന് തകർന്ന ഇന്ത്യയിലെ അണക്കെട്ടാണ് ചുങ്താങ് അണക്കെട്ട്. ചുങ്താങ് അണക്കെട്ട്. അപ്പൊ ചുങ്താങ് അണക്കെട്ട് തകർന്നു. എവിടെയാണ് ചുങ്താങ് അണക്കെട്ട്? സിക്കിമിലാണ്. ചുങ്താങ് അണക്കെട്ട് എവിടെയാണ്? സിക്കിമിലാണ് ചുങ്താങ് അണക്കെട്ട്. ചുങ്താങ് അണക്കെട്ട് സിക്കിം. ഓർത്തു വെച്ചോണേ, തകർന്ന അണക്കെട്ട് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന് കയറാം. ചുങ്താങ് അണക്കെട്ട് സിക്കിമിലാണ്. അപ്പൊ ഈ അണക്കെട്ടാകുമ്പോ അത് ഒരു നദിയിലായിരിക്കണം. ഏത് നദിയിലാണ്? ടീസ്റ്റ നദിയിലാണ്. ടീസ്റ്റ നദിയിലാണ്. ചുങ്താങ് അണക്കെട്ട് ടീസ്റ്റ നദിയാണ്. ഓൾറെഡി നമ്മൾ പഠിക്കാറുണ്ട്. സിക്കിമിന്റെ ജീവരേഖ ടീസ്റ്റ എന്ന് പഠിക്കാറുണ്ടല്ലോ. സിക്കിമിന്റെ ജീവരേഖ ടീസ്റ്റ എന്ന് പഠിക്കാറുണ്ട് അല്ലെ? സിക്കിമിന്റെ ജീവരേഖയാണ് ഏത്? ടീസ്റ്റ. അങ്ങനെ പഠിക്കാറുണ്ട്. അപ്പൊ ചുങ്താങ് അണക്കെട്ട് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ടീസ്റ്റ നദിയിലാണ്. ടീസ്റ്റ നദിയിലാണ്. അടുത്ത പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വിക്രം സാരാഭായി. വിക്രം സാരാഭായി പരിചയമുള്ള ആളാണ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ്, അല്ലെങ്കിൽ ISROയുടെ ആദ്യത്തെ ചെയർമാൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് വിക്രം സാരാഭായി. വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരം. വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്ക്? വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഡോക്ടർ എസ് സോമനാഥ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഡോക്ടർ എസ് സോമനാഥ് എന്നാണ് പേര്. അപ്പൊ വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്ക്? ഡോക്ടർ എസ് സോമനാഥ്. ഇപ്പോഴത്തെ ISROയുടെ ചെയർമാനായ ഡോക്ടർ എസ് സോമനാഥിനാണ് ആ പുരസ്കാരം ലഭിക്കുന്നത്. ക്ലിയർ ആണ്. അടുത്തത് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ പാകിസ്ഥാനി. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ പാകിസ്ഥാനി പേരോർത്ത് വെച്ചോണം.
നമീറ സലീം എന്നാണ് അദ്ദേഹത്തെ ആ പേര്. നമീറ സലീം എന്നാണ് പേര്. അപ്പൊ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ പാകിസ്ഥാനിയാണ് ആര്? നമീറ സലീം. നമീറ സലീം എന്നാണ്. അപ്പൊ ആ പേരോടെ ഓർത്തിരിക്കുക. ഇനി അടുത്തത് കൊക്കൂൺ 2023. കൊക്കൂൺ 2023 ഏറ്റവും വലിയ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈബർ സെക്യൂരിറ്റി കോൺഫറൻസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈബർ സെക്യൂരിറ്റി കോൺഫറൻസിന്റെ പേരാണ് പറയുന്നത് കൊക്കൂൺ. കൊക്കൂൺ. അപ്പോ 2023 കൊക്കൂൺ 2023 വേദി കൊച്ചിയാണ്. കൊച്ചി പോയിന്റ് അവിടെ ഓർത്തോണം, കൊച്ചി. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈബർ സെക്യൂരിറ്റി കോൺഫറൻസിന്റെ പേര്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈബർ സെക്യൂരിറ്റി കോൺഫറൻസിന്റെ പേര് കൊക്കൂൺ എന്നാണ്. 2023 കൊക്കൂണിന്റെ വേദി എന്ന് പറയുന്നത് കൊച്ചിയാണ്. കൊക്കൂൺ 2023 വേദി എന്ന് പറയുന്നത് കൊച്ചിയാണ്. കൃത്യമായി പഠിക്കുക. അടുത്ത പോയിന്റ്, കൊയ്നു എന്ന് പറയുന്നത് ചുഴലിക്കാറ്റാണ്. കൊയ്നു എന്ന് പറയുന്നത് ചുഴലിക്കാറ്റാണ്. കൊയ്നു എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് വീശി അടിച്ചത് എവിടെ? കൊയ്നു എന്ന ചുഴലിക്കാറ്റ് വീശി അടിച്ചത് തായ്വാനിലാണ് വീശി അടിച്ചത്. തായ്വാൻ. കൊയ്നു എന്ന ചുഴലിക്കാറ്റ് വീശി അടിച്ചത് ഏത് രാജ്യത്താണ്? തായ്വാനിലാണ് വീശി അടിച്ചത്. അപ്പൊ ഈ കൊയ്നു എന്ന് പറയുന്ന ആ ഒരു പേര്, കൊയ്നു. ഈ കൊയ്നു എന്ന വാക്കിന്റെ അർത്ഥം നായ്ക്കുട്ടി എന്നാണ്. കൊയ്നു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നായ്ക്കുട്ടി. കൊയ്നു എന്ന വാക്കിന്റെ അർത്ഥം നായ്ക്കുട്ടി എന്നാണ്. നായ്ക്കുട്ടി. കിട്ടിയോ? കൊയ്നു എന്ന വാക്കിന്റെ അർത്ഥം നായ്ക്കുട്ടി എന്നാണ്. ഈ കൊയ്നു എന്ന് പറയുന്ന പേര് നൽകിയത് ജപ്പാനാണ്. അപ്പൊ മാറിപ്പോലും, ജപ്പാനാണ് പേര് കൊടുത്തത്. കൊയ്നു എന്ന പേര് കൊടുത്തത് ജപ്പാനാണ്. അർത്ഥം നായ്ക്കുട്ടി എന്നാണ്. പക്ഷെ കൊയ്നു ചുഴലിക്കാറ്റ് വീശി അടിച്ചത് തായ്വാനിലാണ്. അപ്പൊ തായ്വാനിൽ വീശി അടിച്ചു, പേര് നൽകിയത് ജപ്പാൻ. അപ്പൊ ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. അത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണ്. KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് അല്ലെ. നമ്മൾ KSFE ചിട്ടി അല്ലെ എന്ന് കേട്ടിട്ടുണ്ട്. ഒരു ധനകാര്യ സ്ഥാപനമാണ് KSFE എന്ന് പറയുന്നത്. KSFE നിലവിൽ വരുന്നത് 1969 KSFE നിലവിൽ വരുന്നത്. 1969 KSFE നിലവിൽ വരുന്നത് അല്ലെ. നമ്മുടെ സംസ്ഥാന സർക്കാരിലേക്ക് അത്യാവശ്യം വരുമാനം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഏത്? KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്. 1969. ആസ്ഥാനം ഭദ്രതാ ഭവനാണ്. ഭദ്രതാ ഭവൻ എവിടെയാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണ്. ഭദ്രതാ ഭവൻ എവിടെയാണ്? തൃശ്ശൂരാണ്. അപ്പൊ നമ്മൾ പോയിന്റിലേക്ക് വരാം. KSFE അവർക്ക് വേണ്ടിയിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. അത് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ചിട്ടി അടയ്ക്കുക. നമ്മൾ ഓഫീസിൽ ചെന്ന് ക്യൂ നിൽക്കണ്ട, ഓൺലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചിട്ടി അടയ്ക്കാനുള്ള സൗകര്യം. ലോൺ ആയാലും എന്ത് ചെയ്യാം? ഓൺലൈനായിട്ട് അടയ്ക്കാം. അപ്പൊ ചിട്ടി ഓൺലൈനായിട്ട് അടയ്ക്കുക, ലോൺ ഓൺലൈനായിട്ട് അടയ്ക്കുക, അങ്ങനെ സജ്ജീകരണ സേവനങ്ങളെല്ലാം കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് KSFE പവർ എന്നാണ് അതിന്റെ പേര്. KSFE പവർ. അപ്പൊ KSFE പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് KSFE പവർ. ഓർത്തിരിക്കുക. ഓക്കെ, ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് 16ാമത് അഗ്രികൾച്ചറൽ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെ? 16ാമത് അഗ്രികൾച്ചറൽ സയൻസ് കോൺഗ്രസിന്റെ വേദി കൊച്ചിയാണ്. 16ാമത് അഗ്രികൾച്ചറൽ സയൻസ് കോൺഗ്രസിന്റെ വേദി കൊച്ചിയാണ്. ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. 16ാമത് അഗ്രികൾച്ചറൽ സയൻസ് കോൺഗ്രസിന്റെ വേദി കൊച്ചിയാണ്. ഇനി അടുത്തത് പെരുവാലൻ കടുവ. വയനാടൻ മുളവാലൻ. വടക്കൻ മുളവാലൻ. കണ്ടോ? പെരുവാലൻ കടുവ, വയനാടൻ മുളവാലൻ, വടക്കൻ മുളവാലൻ. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഒരു തുമ്പിയുടെ പേരുകളാണ്. ഇതൊന്നും വന്യജീവികൾ പുതിയതായിട്ട് കണ്ടുപിടിച്ച കടുവയല്ല പെരുവാലൻ കടുവ എന്ന് പറയുന്നത്. ഇതൊക്കെ ഓരോ തുമ്പികളുടെ പേരാണ്, ഓരോ തുമ്പികൾ. അപ്പൊ കേരളത്തിൽ പുതിയതായി കണ്ടെത്തിയ കുറച്ച് തുമ്പികളാണ് പെരുവാലൻ കടുവ, വയനാടൻ മുളവാലൻ, വടക്കൻ മുളവാലൻ എന്നിവ. അപ്പൊ ഈ തുമ്പികളെ കണ്ടെത്തിയത് ഏത് നാഷണൽ പാർക്കിലാണ്? സൈലന്റ് വാലി നാഷണൽ പാർക്ക്. ഏത് നാഷണൽ പാർക്കിലാണ്? സൈലന്റ് വാലി നാഷണൽ പാർക്ക്. നമുക്കറിയാം കേരളത്തിൽ മൊത്തം 5 നാഷണൽ പാർക്കുകളാണ് ഉള്ളത്. കേരളത്തിലെ നാഷണൽ പാർക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. 5 അല്ലെ. അതിലൊരെണ്ണമാണ് ഏത്? സൈലന്റ് വാലി. ഏത് ജില്ലയിലാണ്? പാലക്കാട് അല്ലെ. പാലക്കാട് അല്ല, സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയില്. ഓക്കെ, അടുത്തത് ഓപ്പറേഷൻ അജയ്. ഒന്ന് ഓർത്തിരിക്കണം ഈ പോയിന്റ് കേട്ടോ. ഓപ്പറേഷൻ അജയ് ഒന്ന് ശ്രദ്ധിച്ചോണം, ക്വസ്റ്റ്യൻ പേപ്പർ വരാം. ഓപ്പറേഷൻ അജയ്. ഇസ്രായേൽ, നമുക്കറിയാം ഇസ്രായേലിലെ യുദ്ധം, സംഘർഷം, ആ ഒരു കാര്യമൊക്കെ നമ്മൾ പത്രങ്ങളിൽ ഉൾക്കാറിഞ്ഞാണ്. അപ്പൊ ഇസ്രായേലിലെ യുദ്ധത്തോടനുബന്ധിച്ചിട്ട് ഇസ്രായേലിലുള്ള ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കുന്നതിനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത്.
ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തെ കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. ഓക്കെ, അപ്പൊ ഇസ്രായേലിലുള്ള ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ അജയ് എന്നാണ് പേര്, ഓപ്പറേഷൻ അജയ്. അടുത്ത പോയിന്റ്, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതിയുടെ പേരാണ് ശ്രേഷ്ഠ എന്നാണ് പേര്. ശ്രേഷ്ഠ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് ശ്രേഷ്ഠ എന്നാണ് പേര്. പദ്ധതിയുടെ പേര് ഓർത്തു വെക്കുക, ശ്രേഷ്ഠ. അപ്പൊ ഈ പദ്ധതികൾ റിലേറ്റഡ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് കൂടുതലായിട്ട്. ശ്രേഷ്ഠ എന്നാണ് പദ്ധതിയുടെ പേര്. അടുത്ത പോയിന്റ്, വാഹന രജിസ്ട്രേഷൻ. പുതിയൊരു വാഹന രജിസ്ട്രേഷനെ കുറിച്ച് പറയാറുണ്ട്. KL 90 എന്ന് കണ്ടാൽ നിങ്ങൾ അത് ഓർത്തോണം, അതൊരു സർക്കാർ വാഹനമായിരിക്കും. KL 90 എന്ന് പറയുന്ന വാഹനം എന്ന് പറയുന്നത് സർക്കാർ വാഹനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. കൃത്യമായിട്ട് പറയുവാണെങ്കിൽ KL 90A എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് വാഹനമായിരിക്കും. 90B എന്ന് പറയുമ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റ് വാഹനമായിരിക്കും. 90C എന്ന് പറയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വാഹനമായിരിക്കും. KL 90D എന്ന് പറയുമ്പോൾ മറ്റ് ഗവൺമെന്റ് വാഹനങ്ങളായിരിക്കും. അപ്പൊ KL 90 എന്ന് പറയുന്നത് ഗവൺമെന്റിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന രജിസ്ട്രേഷൻ ആണ് എന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. KL 90, 90A ഗവൺമെന്റ് വാഹനങ്ങൾ, 90B കേന്ദ്ര ഗവൺമെന്റ് വാഹനങ്ങൾ, 90C തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, 90D മറ്റ് ഗവൺമെന്റ് വാഹനങ്ങൾ. എളുപ്പമാണ് പഠിക്കാൻ, പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അടുത്തത് ബംഗാൾ ഗവർണറുടെ ഒരു പുരസ്കാരമാണ് ബംഗഭാരത് പുരസ്കാരം. ബംഗാൾ ഗവർണറുടെ പുരസ്കാരമായ ബംഗഭാരത് പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? ബംഗാൾ ഗവർണർ ആരാണ്? ഇപ്പോഴത്തെ ബംഗാൾ ഗവർണർ ആരാണ്? അല്ലെ, വെസ്റ്റ് ബംഗാളിന്റെ ഇപ്പോഴത്തെ ഗവർണറുടെ പേര് CV ആനന്ദ ബോസ് എന്നാണ് പേര്. CV ആനന്ദ ബോസ് എന്നാണ് ഇപ്പോഴത്തെ വെസ്റ്റ് ബംഗാളിലെ ഗവർണറുടെ പേര്, CV ആനന്ദ ബോസ്. ഓക്കെ, അപ്പൊ ബംഗഭാരത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബംഗഭാരത് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിന്റെ ഒരു പുരസ്കാരമാണ്. വെസ്റ്റ് ബംഗാളിലെ ഗവർണറിന്റെ ഒരു പേരിലുള്ള പുരസ്കാരമാണ് ബംഗഭാരത്. അത് ലഭിച്ച മലയാളിയുടെ പേര് MK സാനു. പോയിന്റ് ക്ലിയർ ആണ്. അടുത്തത് ഒരു മരണമാണ്. ഒരു പക്ഷെ നിങ്ങളിൽ കുറച്ചു പേരൊക്കെ കേട്ടിട്ടുള്ള പേരായിരിക്കും. ലൂയിസ് ഗ്ലക്ക് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ആരാണ് ലൂയിസ് ഗ്ലക്ക്? ആരാണ്? 2020 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ലൂയിസ് ഗ്ലക്ക് എന്ന് പറയുന്ന വ്യക്തി. 2020 നമ്മളിപ്പോൾ ജീവിക്കുന്നത് 2024, മറന്നുപോയില്ലേ? ശ്രദ്ധിക്കും. ഓക്കെ, അപ്പോ ലൂയിസ് ഗ്ലക്ക്. അപ്പൊ 2020 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചയാളാണ് ആര്? ലൂയിസ് ഗ്ലക്ക്. ആ ലൂയിസ് ഗ്ലക്ക് അന്തരിച്ചു. ഈ ലൂയിസ് ഗ്ലക്കിന്റെ രണ്ട് പ്രധാനപ്പെട്ട കൃതികളുണ്ട്. ഒന്ന് വൈൽഡ് ഐറിസ് എന്നാണ് കൃതിയുടെ പേര്. ഈ കൃതി ഓർത്തു വെച്ചോളാം, ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വരാം കേട്ടോ. വൈൽഡ് ഐറിസ്. മറ്റൊരെണ്ണമാണ് ഫസ്റ്റ് ബോൺ. വൈൽഡ് ഐറിസ് അതുപോലെ ഫസ്റ്റ് ബോൺ. ഈ രണ്ട് കൃതികൾ ആരുടെയാണെന്ന് ചോദിച്ചാൽ ലൂയിസ് ഗ്ലക്കിന്റേതാണ്. ഈ രണ്ട് കൃതികൾ നിങ്ങൾ പ്രത്യേകം ഒന്ന് ഓർത്തു വെച്ചോളാം. ലൂയിസ് ഗ്ലക്ക്. അടുത്തത് MSME, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് എന്ന് പറയും അല്ലെ. എന്ന് പറഞ്ഞാല് സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനമായി മാറി കേരളം. സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം കേരളം. അടുത്ത പോയിന്റ്, ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 111. പ്രത്യേകം ഓർത്തോളൂ. ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 111. ഒന്നാമതെത്തിയ രാജ്യം ബലാറസ് ആണ് ഒന്നാമതെത്തിയത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ ഈ ഒക്ടോബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഓർത്തിരിക്കുക. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.